ഹായ്, ഞാനൊരു കാര്യം നിങ്ങളോട് അറിയിക്കട്ടെ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും എന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. കൊച്ചുമക്കളുള്ള മാതാപിതാക്കളെ കുട്ടി കരയുമ്പോഴേക്ക് എന്തായിരിക്കും കൈ കൊടുക്കുക? ആദ്യം കൈ കൊടുക്കുന്ന വസ്തുവല്ല ഇന്ന് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും സുഖവുമായ, കയ്യിൽ പിടിക്കാൻ പറ്റുന്നതുമായ, കൊച്ചിനെ കരച്ചിൽ മാറ്റാൻ പറ്റുന്നതുമായ നമ്മുടെ മൊബൈലിലെ. കൊച്ചിന് കരഞ്ഞാൽ മതി, അപ്പം കൊടുക്കും മൊബൈൽ. അതോടെ സ്വിച്ച് ഇട്ട പോലെ കൊച്ചിൻ്റെ കരച്ചിൽ ഓഫാവും. പിന്നെ കുട്ടി ഒരു മായ ലോകത്തിലേക്കാണ് ആ മൊബൈൽ കൊണ്ടുപോകുന്നത്. പിന്നെ അവന് ചിന്തിക്കാൻ കഴിയില്ല. മൊബൈലില്ലാതെ അവന് ഭക്ഷണം ഇറങ്ങില്ല, ഒരു സംഭവം അവന് ഇറങ്ങില്ല. മൊബൈൽ മുന്നിൽ വെച്ച് കൊടുക്കണം. വെച്ചാൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ നോക്കി പോകും. ആ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കൊച്ചുമക്കൾ വളരുന്നത്. ആ ഒരു കാലഘട്ടം അങ്ങനെ ആക്കിയെടുത്തു മാതാപിതാക്കൾ. ഒരു കുട്ടിയുടെ കാര്യമില്ല, എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ. കരഞ്ഞ ഫോണാണ്. പണ്ടങ്ങനല്ല, കരഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ കരയുന്ന കുട്ടിക്ക് ഫോണുള്ളൂ. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അല്ല, ഇന്ന് കരഞ്ഞ കുട്ടിക്ക് ഫോണാണ്. പണ്ട് കരഞ്ഞാലോ, പണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ പാൽ കുടിക്കാൻ വേണ്ടി കുട്ടികൾ കരയും. അതിലും ഓവറായിട്ട് കരയുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ദേശം രണ്ടെണ്ണം കൊടുക്കും. അല്ലേ? പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കരഞ്ഞ മോനെ ഫോണാണ്. അതോടെ കരച്ചിൽ നിർത്തി കുട്ടി പിന്നെ മായ ലോകത്തായി. അപ്പോൾ ഇത് ശരിയാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയല്ല. അപ്പം നമ്മൾ തന്നെയാണ് ഇവർ ഈ ഒരു അഡിക്ഷനിലേക്ക് എത്തിച്ച് നിൽക്കുന്നത്. അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മളാണ് അവരെ ഈ വഴിയിലേക്ക് തള്ളിവിടുന്നത്. എന്തിന്? കുട്ടികൾ കരഞ്ഞോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അവർ മാറ്റും. കരഞ്ഞിട്ടൊന്നും സംഭവിക്കില്ല. പക്ഷേ മൊബൈൽ കൊടുത്താൽ പലതും സംഭവിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറയുന്ന ഒരു ആവശ്യമില്ല. അപ്പം നിങ്ങളെ കൊച്ചുങ്ങളെ മറ്റൊരു നരകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലഹരിക്ക് അടിമയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കൊച്ചുങ്ങൾ കരഞ്ഞാൽ നിങ്ങൾ മൊബൈൽ കൊടുക്കണം. ആ കൊച്ചിനെടുത്തിട്ട് നടന്നിട്ടോ എന്തെങ്കിലും കാണിച്ചിട്ടോ ആ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കും. അല്ലാതെ മൊബൈൽ കൊടുത്തിരിക്കലും കൊച്ചിന് കരച്ചിൽ മാറ്റല്ലേ. പിന്നീട് പറയും നമ്മൾ തന്നെ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഫോണില്ലാതെ നേരെ നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുട്ടി നമ്മൾ തന്നെ ഉപദ്രവിക്കും. അതെങ്ങനെ? നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ ഉപദ്രവിക്കാം. നേരെ മറിച്ച് ആ ചെറുപ്രായത്തിൽ ഈ ഫോൺ അവർ കാണിക്കാൻ കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നേരെ ഇന്നിപ്പോൾ അങ്ങനല്ല. മൊബൈൽ കൊടുത്താൽ കുട്ടിക്ക് ആദ്യം വേണ്ടത് മൊബൈലാണ്. സ്കൂളൊക്കെ വിട്ടെന്ന് കഴിഞ്ഞാൽ ആദ്യം അവർ കാണുന്ന കാർട്ടൂണാണ്. കാർട്ടൂൺ